ക്വസ്റ്റ്യൻ നമ്പർ ഏതാ? 13ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ പാസിംഗ് ത്രൂ 0,0 and making intercept A and B on the coordinate axis. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ആദ്യം തന്നെ ഇതിനകത്ത് തന്നിട്ടുള്ളത് സർക്കിൾ പാസ് ചെയ്യുന്ന പോയിന്റ് തന്നിട്ടുണ്ട്, മേക്കിംഗ് ഇന്റർസെപ്റ്റ് എ ആൻഡ് ബി ഓൺ കോർഡിനേറ്റ് ആക്സിസ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഒരു കോർഡിനേറ്റ് ആക്സിസ് വരച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കൂടെ ഇപ്പൊ സർക്കിൾ ഇങ്ങനെ പാസ് ചെയ്യുന്നു, ഇതാണ് സർക്കിൾ. ഈ രണ്ട് പോയിന്റ്സ് ആണ് തന്നിട്ടുണ്ട്. 13ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അതിനകത്ത് തന്നിട്ടുള്ളത് ഇന്റർസെപ്റ്റ് എയും ബിയും ആണ്. This is A comma 0. This is A comma 0 and 0 comma B. A comma 0 and 0 comma B. This is 0 comma 0. ഇതാണ് ചോദ്യം. Find the equation of the circle passing. Equation, സർക്കിളിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഒന്നാമത്തെ കാര്യം, റേഡിയസിനെ കുറിച്ചൊരു ധാരണ നമുക്കില്ല, അതുകൊണ്ട് നമ്മളത് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ പറഞ്ഞാൽ എന്താണ്? എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണ് ഇക്വേഷൻ. ഇതില് പാസ് ചെയ്യുന്ന പോയിന്റ് ആണ് 0,0. അപ്പൊ 0 മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് 0 മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. അഥവാ എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ എന്ന് പറയുന്നത് ആർ സ്ക്വയർ ആണ്. അപ്പൊ ആർ സ്ക്വയർ എന്താന്ന് കിട്ടി? എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ആണ് കിട്ടി. റേഡിയസ് കിട്ടി. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. എന്ത് കണ്ടുപിടിക്കണം? എച്ചും കെയും കൂടി നമുക്ക് കണ്ടുപിടിച്ചാൽ സൗകര്യമായി. അപ്പൊ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതേ ഇക്വേഷനകത്ത് എച്ച് ആർ സ്ക്വയർ ഇൻ ടേംസ് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ കിട്ടി. നമുക്ക് ഇക്വേഷൻ എന്തിലാ വേണ്ടത്? ഫൈനലി വേണ്ടത് ഫൈനൽ ആൻസർ വരുന്നത് 13. അതിനകത്ത് എച്ചും കെയും ഒക്കെ എന്തിന്റെ ടേംസിലേക്ക് കൊണ്ടുവരണം അറിയാം? എന്റെയും ബിന്റെയും ടേംസിലേക്ക് കൊണ്ടുവരണം. അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. അപ്പം എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷനകത്ത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 0, ബിയിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും അവസ്ഥ? 0 മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് വൈന്റെ അവിടെ ബി ആണ് കേട്ടോ സർ. ബി മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണ് ഇക്വേഷൻ. അതിനകത്ത് എച്ച് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2bk പ്ലസ് കെ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് കിട്ടും. അതിനകത്ത് ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ. അപ്പൊ എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഉണ്ട് ഓൾറെഡി, പ്ലസ് ബി സ്ക്വയർ മൈനസ് 2bk ഉണ്ട്, ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. ആർ സ്ക്വയർ ഈസ് എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ. അപ്പൊ എച്ച് സ്ക്വയറും കെ സ്ക്വയറും കട്ട് ചെയ്തു. ഈ സ്ഥലത്ത് ആർ സ്ക്വയർ എന്ന് പറയുന്നത് എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ, അത് കട്ട് ചെയ്തു. ബാക്കി എന്താ ഉള്ളത്? ബി സ്ക്വയർ മൈനസ് 2bk ഈക്വൽ ടു 0 ആണ്. അതിനകത്ത് തന്നെ കെ ഇൻ ടേംസ് ഓഫ് ബിയിലേക്ക് മാറ്റണമെങ്കിൽ ഒരു ബി കട്ട് ചെയ്ത് കളയാം നമുക്ക്. കാരണം ബി മൈനസ് 2k ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ബി മൈനസ് 2k ഈസ് ഈക്വൽ ടു 0. അപ്പം ഇവിടെ 2k ഈക്വൽ ടു ബി എന്ന് കിട്ടും, k ഈക്വൽ ടു b/2 എന്ന് കിട്ടും. അപ്പൊ കെയുടെ വാല്യൂ കിട്ടി b/2. കെയുടെ വാല്യൂ b/2. വീണ്ടും അതേപോലെ തന്നെ എന്ത് ചെയ്യാം? മറ്റു ഇക്വേഷനിൽ കൊടുത്തിട്ട് എയുടെ വാല്യൂ കണ്ടുപിടിക്കും, സോറി എച്ചിന്റെ വാല്യൂ കണ്ടുപിടിക്കും. അതും സോൾവ് ചെയ്ത് വരുന്ന സമയത്ത് എച്ചിന്റെ വാല്യൂ എന്തായിരിക്കും കിട്ടുക? എച്ചിന്റെ വാല്യൂ എച്ച്
എന്ന് പറയുന്നത് എന്താ കിട്ടുക, a/2 എന്ന് കിട്ടും സോൾവ് ചെയ്തെടുക്കുന്ന സമയത്ത്. അപ്പൊ എച്ചും കിട്ടി കെയും കിട്ടി. ഇനി എന്ത് ചെയ്യണം, എച്ചും കിട്ടി കെയും കിട്ടി ഇൻ ടേംസ് ഓഫ് എയും ബിയും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് അതിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അങ്ങ് കൊടുക്കും, ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും, എന്താ ചെയ്യാ, ഇതിനകത്ത് പുതിയ പേര് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ എച്ചും കിട്ടി കെയും കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഇക്വേഷൻ എഴുതാം. എങ്ങനെ എഴുതാം, എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഇക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ. ഇതിനകത്ത് എച്ച് എന്ന് പറയുന്നത് എച്ച് എന്ന് പറയുന്നത് a/2 ആണ്, കെ എന്ന് പറയുന്നത് b/2 ആണ്, ഈക്വൽ ടു ആർ സ്ക്വയർ. 2x മൈനസ് a ബൈ 4 മോൾ സ്ക്വയർ കിട്ടും, പ്ലസ് 2y മൈനസ് b ദ ഹോൾ സ്ക്വയർ ബൈ 4 ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. ആർ സ്ക്വയർ ഈസ് നത്തിങ് ബട്ട് എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ. ഓക്കെ, എച്ചും കെ ഒക്കെ നമുക്ക് എന്റെ ടേംസിൽ പറ്റും. അപ്പൊ a/2 പ്ലസ് b/2 ദ ഹോൾ സ്ക്വയർ. അപ്പൊ അത് a/2 പ്ലസ് b/2 ദ സ്ക്വയർ 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 ഇങ്ങനെ വരും. ഇതാണ് ഫോർമുല. ഇനി ഇതിനെ സോൾവ് ചെയ്യണം നമ്മൾ. എങ്ങനെ സോൾവ് ചെയ്യും, എന്താ ചെയ്യാം, ഇത് സോൾവ് ചെയ്ത് എടുക്കുമ്പോൾ ആൻസർ കിട്ടും. എങ്ങനെ കിട്ടാം, 4x സ്ക്വയർ മൈനസ് 8x ഇൻറ്റു എ പ്ലസ് എ സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ മൈനസ് 8 അല്ല കേട്ടോ, ഇവിടെ 4 ആണ്, ഇവിടെ 4 ആണ്. 4by പ്ലസ് ബി സ്ക്വയറും അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ബി സ്ക്വയർ ഇതിന്റെ ലാസ്റ്റ് എന്താ വരിക, ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ 4. ഇതിന്റെ എല്ലാത്തിനും തൊട്ട് താഴെ 4 ഉണ്ട്. അപ്പൊ ഈ 4 കട്ടായി പോകും. ബാക്കി ഇക്വേഷൻ ഇങ്ങനെയായി വന്ന് കിടക്കുക. ഇതിനെ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, എ സ്ക്വയർ ഉണ്ട് ബി സ്ക്വയർ ഉണ്ട്, അതൊക്കെ അവിടെ കിടന്നോട്ടെ. എ സ്ക്വയർ ഉണ്ട് ബി സ്ക്വയർ ഉണ്ട് പ്ലസ് 4 ഒരു കോമൺ ടേം ആയി കിടക്കുകയാണ്. എല്ലാത്തിനും 4 എടുത്ത് പുറത്തിടാം. ബാക്കി എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് എ എക്സ് മൈനസ് ബി വൈ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓൾറെഡി എ സ്ക്വയറും ബി സ്ക്വയറും കട്ടായി പോകും. ഇവിടെ 4 ഇൻറ്റു ദിസ് ഈക്വൽ ടു 0 എന്ന് വരും. 4 ഇൻറ്റു സം ടേം ഈസ് ഈക്വൽ ടു 0 പറഞ്ഞാൽ 4 ഈക്വൽ ടു 0 ആവില്ല. അപ്പൊ അതെടുത്ത് കളയാം. ബാക്കി ആരും മാത്രമേ 0 ആണോ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് എ എക്സ് മൈനസ് ബി വൈ ഈക്വൽ ടു 0. ഇതാണ് ഇക്വേഷൻ. കാണുന്ന സമയത്ത് എളുപ്പമായിരിക്കും, പക്ഷെ ചെയ്തു വരുന്ന സമയത്ത് കുറച്ച് പണിയുണ്ട്. അതുകൊണ്ടാണ് അത് കിട്ടാതെ പോകാനുള്ളത് കാരണം. ചെയ്ത് മനസ്സിലായോ സർ? ആർ സ്ക്വയറിന്റെ അവിടെ എങ്ങനെ എ സ്ക്വയർ ബൈ 2 സ്ക്വയർ അതായിട്ട്
എന്താ പറഞ്ഞു? ആ ആർ സ്ക്വയറിന്റെ വാല്യൂ എങ്ങനെ മാറ്റിനി ഇത്? ഇത് മാറ്റിയത് കണ്ടോ, ഇവിടെ നമ്മൾ ഓൾറെഡി കെയുടെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. b/2 ആണ്. എച്ചിന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ ഇക്വേഷൻ റെഡി ആയി വരുന്നുണ്ട്. h² + k² = r² എന്ന് പറഞ്ഞിട്ട്. h = a/2 the whole square plus k = b/2 the whole square. ഇതാണ് r². അതാണ് a²/4 + b²/4. ഓക്കെ, ക്ലിയർ? ആ സർ. അത്രേ പരിപാടി. അപ്പൊ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ഇനി അടുത്തത് നെക്സ്റ്റ് ഡൗട്ട്. എന്താ ഡൗട്ട്? സാർ 15. ഇത് നോട്ട് ചെയ്ത് വെക്കാട്ടോ. കുറച്ച് പണിയുണ്ട് ചെയ്യാം. 15ാമത്തെ ചോദ്യം. ആഹാ, സർക്കിളിനകത്താണോ പുറത്താണോ എങ്ങനെ കണ്ടുപിടിക്കാം? അറിയില്ലേ? എന്താ ചെയ്യാ? അകത്താണോ പുറത്താണോ എങ്ങനെ കണ്ടുപിടിക്കാം? റേഡിയസ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഡിസ്റ്റൻസ് റേഡിയസ് കൂടുതലാണോ കുറവാണോ കണ്ടുപിടിച്ചാൽ അത്രേ ഉള്ളൂ. x² + y² = 25. അപ്പൊ 2.5 the whole square plus 3.5 the whole square നോക്കുക. എത്ര വരിക? 25 കൂടുവോ? അറിയൂ, കൂടുവന്നു. 2.5ന്റെ സ്ക്വയറും 3.5ന്റെ സ്ക്വയറും കൂടി കൂട്ടി എത്ര വരിക? സിമ്പിൾ അല്ല അത്. കാരണം എന്താ വെച്ചാ ഓൾറെഡി ചോദ്യം ഇങ്ങനെയാണ്. അതായത് x² + y² = r² എന്നാണ് ക്വസ്റ്റ്യൻ. വെൽക്കം അന്നെ. സ്കൂളിൽ നടന്നു വന്നോ? ഒന്ന് വീട്ടിക്ക് വൈകിയോ? ഇല്ല സാർ, ഫോണിലായിരുന്നു. ഫോൺ അമ്മ ഉണ്ടായിരുന്നു. അമ്മ ഇപ്പഴാ വന്നത്. സ്കൂളിൽ നിന്ന് എത്ര ദൂരം ഉണ്ട് വീട്ടിലേക്ക്? 5 മിനിറ്റ്. എവിടെ എന്റെ അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് ഈക്വൽ ടു എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? 25 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് എന്താ ചോദിച്ചിരിക്കുന്നത് ഈ ഒരു സർക്കിള് -2.5ഉം -2.5 കുറച്ച് വലുതായിരിക്കും. -2.5ഉം 3.5ഉം ഏകദേശം ഇവിടെ എവിടെയോ ആണ് പോയിന്റ്. അതിനകത്താണോ പുറത്താണോ എന്നൊക്കെ ചോദിച്ചിരിക്കും. നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഈ പോയിന്റ് ഇങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഇവിടേക്ക് ഒരു ലൈൻ വരച്ചിട്ട് ഈ ഡിസ്റ്റൻസ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഈ ഡിസ്റ്റൻസ് ആറിനേക്കാൾ കൂടുതലാണോ കുറവാണോ ചെക്ക് ചെയ്താൽ മതി. അപ്പൊ ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 0, 0ത്തിൽ നിന്നാണ് സെന്റർ 0, 0 ആണ്. അപ്പൊ ആ ഡിസ്റ്റൻസ് ഏതൊക്കെയാണ്? ഒന്ന് -2.5ഉം പിന്നെ ഒന്ന് 3.5ഉം. ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എങ്ങനെ ചെക്ക് ചെയ്യാം? ഡിസ്റ്റൻസ് ഫോർമുല √0 - 2.5 the whole square plus 0 - 3.5 the whole square. അതായത് 6.25ഉം എത്ര 6.25ഉം മറ്റത് എത്ര വരും? 12.25 ഉണ്ട്. എന്തായാലും അത് √25നേക്കാൾ താഴെയായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇൻസൈഡ് പോയിന്റ്. ഓക്കെ, ക്ലിയർ? ആ സാർ, ഓക്കെ. √25നേക്കാൾ താഴെയാണ്. അത്രേ ഉള്ളൂ പരിപാടി. ഇനി അടുത്തത് കഴിഞ്ഞില്ലേ?
പരിപാടി കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോയാലോ? പോവാ. ഓക്കെ. സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പൊ ഇതിനകത്ത് എന്താ പറയാ, അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പാരബോളയാണ്. പാരബോള കേട്ടിട്ടുണ്ടോ? പാരബോള പാരബോള എന്ന് കേട്ടു? എന്താ സാധനം കണ്ടിട്ടുണ്ടോ? പാരബോള എന്ന് കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? പാരബോള any knowledge about parabola? ഇല്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. അതായത് ഒരു കോണിനെ ഷേപ്പ്, ഇങ്ങനെയുള്ള ഒരു കോണിനെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് പാരബോള കിട്ടുന്നത് എപ്പോഴാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതിനെ എങ്ങനെ കട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പോ ഒരു സെക്കൻഡ്. ഓക്കെ, ആക്സിസിന് നമ്മൾ കറക്റ്റ്ലി ആൽഫ ഈക്വൽ ടു ബീറ്റ ഈ ഒരു രീതിക്ക് കട്ട് ചെയ്യുന്ന സമയത്താണ്, അതായത് ഇതിന് കറക്റ്റ്ലി പാരലൽ ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് പോകും. അപ്പൊ പാരലൽ ആയിട്ട് ഇതിന് കറക്റ്റ് പാരലൽ ആയിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പാരലൽ ആവുന്നില്ലല്ലോ അല്ലെ. ഞാൻ പാരലായി കട്ട് ചെയ്യും. ഇത് ആക്സിസും മെയിൻ ആക്സിസും, ഇത് കട്ടിങ് പ്ലെയിൻ കട്ട് ചെയ്യും. കറക്റ്റ് ഇങ്ങനെയുള്ള ഒരു പാരബോളിന് കറക്റ്റ് ആക്സിസ് എങ്ങനെയാണോ അതിന് പാരലായിട്ട് കട്ട് ചെയ്യാം. അപ്പൊ കിട്ടുന്ന ഷേപ്പാണ് പാരബോൾ. ഓക്കെ, പാരബോൾ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ദിസ് ഈസ് പാരബോൾ. ഇറ്റ്സ് യു ഷേപ്പ്. ഒരു ടൈപ്പ് മാത്രമല്ല, പല ടൈപ്പ് ഓഫ് പാരബോൾ. ഇതൊരു ടൈപ്പ് മാത്രമല്ല. അപ്പൊ നമുക്ക് ആ ഓരോ ടൈപ്പിനും ഓരോ ഇക്വേഷൻ. അപ്പൊ എന്താണ് പാരബോള, എന്താണ് ആ പാരബോളിന്റെ ഡെഫിനിഷൻ എന്നൊക്കെ ചോദിക്കും പരീക്ഷ. അപ്പൊ അതായത് എന്താണ് പാരബോള? പാരബോള എന്ന് പറയുമ്പോൾ ഞാനിപ്പോ ഇങ്ങനെ വരച്ച് ഇത് പാരബോളയാണ്, ഇങ്ങനെ ഞാൻ ഇത് വരച്ച് ഇതും പാരബോളയാണ്. അപ്പൊ ഇതൊക്കെ പാരബോളയാണ്. ഇതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ വേണം. എന്താണ് പാരബോള? നമ്മൾ നേരത്തെ സർക്കിൾ എന്ന് പറയുമ്പോൾ എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാട്ട് യു മീൻ ബൈ സർക്കിൾ എന്ന് ചോദിച്ചപ്പോൾ, സർക്കിൾ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ആണ്. പോയിന്റ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് പോയിന്റ് ഉണ്ട്. സെന്റർ എന്ന് പറയുന്ന സെന്റർ പോയിന്റ് ഉള്ള ഫിക്സഡ് ഒരു ഇങ്ങനെയാണ്. ഫിക്സഡ് പോയിന്റ് ഈ വേരിയബിൾ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്, അതായത് റേഡിയസ്. അപ്പൊ ഈ പോയിന്റ്സിലേക്കൊക്കെ ഈ ഫിക്സഡ് പോയിന്റ് എന്നുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. ഇതാണ് പാരബോള എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ നോക്കിയേ, ഇതാണ് കേട്ടോ, ഇതാണ് നമ്മുടെ പാരബോള. ഓക്കെ, നമ്മുടെ പാരബോള. അപ്പൊ ഈ ഒരു പാരബോളയുടെ എന്താണ് പ്രത്യേകത? ഈ സർക്കിൾ പോലെ തന്നെ ഇതിനും ഡെഫിനിഷൻ പറയണം. എങ്ങനെ പറയും? അത് നമ്മൾ പറയും. അതെങ്ങനെ പറയുക വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഇപ്പൊ നമുക്ക് ആകെ പാരബോള വരയ്ക്കുന്ന സമയത്ത് ഒരു ലൈൻ വേണം. ഈ ലൈൻ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വേണം. ഓക്കെ, ഇത് സ്ട്രെയിറ്റ് ലൈൻ പോലെ ഇല്ല, പക്ഷെ സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. അവിടെ നിന്ന് ഞാൻ ഒരു ഫിക്സഡ് ഡിസ്റ്റൻസിലാണ് ഞാൻ ഈ ഒരു പാരബോള വരച്ചിരിക്കുന്നത്. ഈ ഒരു ലൈനിന്റെ പേരാണ് ഡയറക്ട്രിക്സ്. ഈ പോയിന്റിൽ നിന്നും
ഇവിടേക്കുള്ള ഡിസ്റ്റൻസും പാരബോളയിൽ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. പാരബോളയിൽ ഒരു സെർട്ടൈൻ പോയിന്റ് ആണ്, ഈ പോയിന്റിന്റെ പേരാണ് പാരബോളയിൽ. ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും, ഈ പോയിന്റിന്റെ പേരാണ് ഫോക്കസ്. എന്താണ് പാരബോള എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഡയറക്ട്രിക്സിൽ നിന്നും പാരബോളയിലേക്കുള്ള ഡിസ്റ്റൻസ്. ദിസ് ഈസ് D1 and this is P1 and this is F. Okay, the D1 P1 F. D1 P1 equal to P1 F. ഡിസ്റ്റൻസ് സെയിം ആയി. അതേപോലെ തന്നെ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് ദിസ് ഈസ് D2 P2 and this is P2F. That means D2 P2 is equal to P2F. Similarly, if I draw like this and I just connect this point, this is D3, this is P3 and F. At that time D3 P3 is equal to P3F. ഇങ്ങനെ വരയ്ക്കാൻ പറ്റുന്ന എല്ലാ പോയിന്റ്സിനെയും കൂടി ചേർത്താണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാരബോള. അതായത് ഒരു ഫിക്സഡ് ലൈൻ ഉണ്ട്, ആ ലൈനിൽ നിന്നും ഫോക്കസിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസസ് ഉള്ള എല്ലാ പോയിന്റ്സിനെയും കൂടിയാണ് നമ്മൾ പാരബോള എന്ന് വിളിക്കുന്നത്. ഇതേപോലെ തന്നെ ആയിരിക്കും താഴേക്കും. ഓക്കെ, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓൾവേസ് സെയിം ആയിരിക്കും. അങ്ങനെയാണ് പാരബോള പോകുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഐഡിയ ക്ലിയർ അല്ലേ? എല്ലാ ഡിസ്റ്റൻസും ആ ഫിക്സഡ് ലൈനിൽ നിന്ന് ഉള്ള ഡിസ്റ്റൻസും പിന്നെ അതേപോലെ തന്നെ ഫോക്കസ് എന്നുള്ള ഡിസ്റ്റൻസും ഓൾവേസ് സെയിം. Okay, clear? That set of all points is said to be known as parabola. Okay? ഇനി പാരബോളയെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയി പഠിച്ചാലോ? റെഡി അല്ലേ? നമ്മുടെ പാരബോള റെഡിയാണ്, ഡയറക്ട്രിക്സ് റെഡിയാണ്. ഇതിനെ പറയുന്ന പേരാണ് ഡയറക്ട്രിക്സ്. ഈ ലൈനിന് പറയുന്ന പേരാണ് ഡയറക്ട്രിക്സ്. ഈ പാരബോള ഇടിച്ചു നിൽക്കുന്ന ഈ ഭാഗത്തിന്റെ മീൻസ് സെന്റർ പോയിന്റിനെ നമ്മൾ വെർട്ടെക്സ് എന്ന് വിളിക്കും. ഈ പോയിന്റിനെ നമ്മൾ ഫോക്കസ് എന്ന് വിളിക്കുന്നു. ഇത് നമ്മളുടെ ആക്സിസ് ആണ്, മെയിൻ ആക്സിസ്. നോട്ട് ദ പോയിന്റ്. പാരബോള വരയ്ക്കൂ, പാരബോള എന്താണ് എന്ന് എഴുതി വെക്കൂ, പാരബോളയിലെ പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്തു. വെരി ഇമ്പോർട്ടൻറ്റ്. നോട്ട് ചെയ്തോ? ഓക്കെ ആണോ? ശരി. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദിസ് ഡിസ്കഷൻ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഒരു പാരബോള എങ്ങനെ വരയ്ക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം. ഞാനൊരു ലൈൻ വരച്ചു. അതായത് ഞാനിപ്പം ഒരു ഇക്വേഷൻ എഴുതുന്നു. അപ്പൊ ഞാൻ ആദ്യം തന്നെ പാരബോള ഇങ്ങനൊരു പാരബോളയാണ് വരയ്ക്കുന്നത്. ശരിയാവുന്നില്ല. ഓക്കെ, ദിസ് ഈസ് ദ പാരബോള. സോ ഈ പാരബോളയിൽ
ഈ പാരബോളയ്ക്കകത്ത് ചില പോയിന്റ്സ് ഇപ്പൊ ഞാൻ മാർക്ക് ചെയ്യണമെന്ന് വിചാരിക്കും. അതായത് ഈ പാരബോളയുടെ ഇക്വേഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക എന്നുള്ളത്. ഇപ്പം എങ്ങനെയാണ് ആദ്യം പാരബോള കിട്ടുക എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇങ്ങനെ ഒരു പാരബോള വരച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇക്വേഷൻ എങ്ങനെയാണ്? y² = 4ax എന്നാണ് ഇക്വേഷൻ. അതായത് എക്സിന് ഒരു വാല്യൂ 1 കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ആദ്യം തന്നെ കൊടുത്തു നോക്കാം ഒരു. അപ്പം എക്സിന് ഇപ്പൊ 1 കൊടുത്താൽ എയുടെ വാല്യൂ, എ എന്ന് പറയുന്നത് ഇവിടുത്തെ ഫോക്കസിലെ പോയിന്റിനെയാണ് നമ്മൾ എ എന്ന് വിളിക്കും, a,0. അതായത് ഇവിടെ ഫോക്കസ്, അതായത് ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, മിക്കവാറും പാരബോള 0,0 എന്ന് വരയ്ക്കുകയാണെങ്കിലാണ് ഇത് a,0 ഇങ്ങനെയും, പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട് നമ്മൾ. ഈ ഒരു ലൈനാണ് എന്ത്? ഡയറക്ട്രിക്സ്. അതായത് ഞാൻ വരച്ച ആ ബ്ലാക്ക് ലൈനാണ് ഡയറക്ട്രിക്സ്. നോട്ട് ഇറ്റ്. ഓക്കെ, ഈ ബ്ലാക്ക് ലൈനാണ് ഡയറക്ട്രിക്സ്. ഓക്കെ, ഇതില് a,0 ആണ് ഫോക്കസ്. ഇതാണ് ഇക്വേഷൻ. ഇതെങ്ങനെയാ വന്ന് നോക്കാം നമുക്ക്. ഇപ്പൊ എക്സിന് 1 കൊടുക്കുന്ന സമയത്ത്, x = 1 കൊടുക്കുന്ന സമയത്ത് എയുടെ വാല്യൂ y² എന്തായിരിക്കും? 4 × a. ഇപ്പൊ 1 ആണെന്ന് വിചാരിക്കുക, a 1 ആണെന്ന് വിചാരിക്കുക, x 1 ആണെന്ന് വിചാരിക്കും. y² = 4 എന്ന് കിട്ടും. അഥവാ y = +or-2 എന്ന് കിട്ടും. അപ്പൊ +or-2 ആണ് yന്റെ വാല്യൂ. അപ്പൊ x 1 ആകുമ്പോൾ yന്റെ വാല്യൂ +or-2 ആയിരിക്കും. നോട്ട് ചെയ്തു, കാരണം a 1 ആണ്, yന്റെ വാല്യൂ +or-2 ആണ്. നോട്ട് ചെയ്തു. ഒന്നുമില്ല, +2 ആയിരിക്കും, അല്ലെങ്കിൽ -2. ഇനി അടുത്തത് ഏതാ? ഇപ്പൊ x = 2 കൊടുക്കുക. എക്ക് മാറ്റമൊന്നുമില്ല, അപ്പൊ 8 ആയിരിക്കും. അപ്പൊ 2 ആകുന്ന സമയത്ത് എന്തായിരിക്കും? ഇതേപോലെ തന്നെ √8 ആയിരിക്കും, +or-√8 ആയിരിക്കും. അതേപോലെ എല്ലാത്തിനും ഇവിടെ +or- വാല്യൂസ് വരും. ഈ പോയിന്റ്സിനെയൊക്കെ കൂട്ടിമുട്ടിച്ച് വരയ്ക്കുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വാല്യൂ കിട്ടുന്നത്. എന്താണ്? പറയ്. ഉണ്ട്, എവിടെ പോയി? ശരി. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പോയിന്റ്സിനെയൊക്കെ കൂട്ടിമുട്ടിച്ച് വരയ്ക്കുന്ന ഫിഗർ ആണ് പാരബോള. അപ്പൊ അടുത്ത പോയിന്റ് ഞാൻ പറഞ്ഞു, ഇപ്പൊ x = 2 കൊടുക്കുമ്പോൾ y² = 4 × 1 × 2 എന്ന് വരും. അപ്പൊ എത്ര വരും? 8 എന്ന് വരും. അപ്പൊ y = +or-√8 എന്ന് വരും. അപ്പൊ ഒന്നുമില്ലേ +8 ആയിരിക്കും. +8 മുകളിലാണ്, -8 താഴെയാണ്, √8. ഇനി 3 കൊടുക്കുക. അപ്പൊ 3 എന്ന് പറയുമ്പോൾ 4 × 1 × 3 12 വരും. √12 +or-√12. ഇങ്ങനെ എല്ലാ പോയിന്റ്സിനെയും കൂട്ടിമുട്ടിച്ച് വരയ്ക്കുന്ന ഇതാണ് പാരബോള. പിടികിട്ടിയോ എങ്ങനെയാ വരയ്ക്കുക എന്നുള്ളത്? അപ്പൊ ഇതിപ്പോ ഇങ്ങനെയായിപ്പോയി പാരബോള. ഓപ്പൺ ടുവേർഡ്സ് എന്താ റൈറ്റ് സൈഡ്, ഓപ്പൺ അപ് ടു റൈറ്റ് സൈഡ്. അപ്പൊ ഇത് x = 0 ആണ് ലൈൻ. അപ്പൊ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എന്താണ് ചോദിക്കും? ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അത് -a,0 പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? ലൈനിന്റെ x = -a. ദാറ്റ്സ് ഇക്വേഷൻ ഓഫ് ദിസ് ലൈൻ. നമ്മൾ ഈ ഇക്വേഷൻ ഒക്കെ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ലൈനിന്റെ. അപ്പൊ നിങ്ങൾക്ക് അറിയാം x = -a.
ലൈൻ പാരലൽ ടു വൈ ആക്സിസ് ആകുമ്പോൾ എക്സ് ഈക്വൽ ടു മൈനസ് എ അങ്ങനെയായിരിക്കും ഇക്വേഷൻ വരിക. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു, ഓർമ്മയുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എക്സ് ഈക്വൽ ടു മൈനസ് എ. ക്ലിയർ ആണോ? ഇതാണ് ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ, പാരബോളയുടെ ഇക്വേഷൻ. ഇനിയും പാരബോള ഉണ്ട്. ഇതിപ്പോ ഞാൻ വരച്ചത് ഒരു ടൈപ്പ് ഓഫ് പാരബോള മാത്രമാണ്. ഇനി അടുത്ത പാരബോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിസ് വൈ ആക്സിസ് പാരബോള ഇങ്ങോട്ടേക്കാണ്. അതായത് ഇത് 0,0 ആണ്, ഇത് A,0 പാസ് ചെയ്യുന്നത്. അപ്പൊ ഫോക്കസ് -A,0 കിടക്കുന്നത്. അപ്പൊ ഈ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു പ്ലസ് എ ആയിരിക്കും. ഇത് എക്സ് ആക്സിസും വൈ ആക്സിസും ആണ്. ബട്ട് നൗ ദ പാരബോള ഈസ് ഓപ്പൺ ടുവേർഡ്സ് ലെഫ്റ്റ് സൈഡ്, ഓപ്പൺ അപ്പ് ടു ലെഫ്റ്റ് സൈഡ്. ബട്ട് പാരബോളയുടെ ഇക്വേഷൻ തന്നെയാണ്, മാറി, ഒന്ന് മാറി, ഫ്ലിപ്പായി, ഒന്ന് മിററായി. അപ്പൊ പാരബോളയുടെ ഇക്വേഷൻ മാറിയിട്ട് എങ്ങനെയായി? y² = -4ax. y² = -4ax. ക്ലിയർ ആണ് വിചാരിക്കും. നോട്ട് ഇറ്റ്. നോട്ട്. ഓക്കെ ആണോ? സാർ ഓക്കെ ആണ്. ഇനി നമുക്ക് അടുത്തത് വരയ്ക്കും. അടുത്ത പാരബോള എന്ന് പറയുന്നത് ഇങ്ങനെ മുകളിലേക്ക്. ഇതെന്താ? ഈ പാരബോളയുടെ ഇക്വേഷൻ അറിയാം. ഈ പാരബോളയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x² = 4ay. നിങ്ങൾക്ക് അറിയാൻ പറ്റും y = x²/4 എന്ന് കൊടുത്താൽ തന്നെ എക്സിന് എന്ത് വാല്യൂ കൊടുത്താലും കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് y² ആയിട്ടായിരിക്കും. അപ്പോൾ ഇതിനകത്ത് y = എന്ത് കിട്ടും? x²/4a എന്ന് വരും. എക്സിന് 1 കൊടുത്താൽ y 1²/4 അങ്ങനെ വരും. ഇതിൽ A,0 എന്ന് പറയുന്നത് ഫോക്കസ് ഇവിടേക്കാണ്. ഡയറക്ട്രിക്സ് താഴെ കൂടെയാണ് പോകുന്നത്. പാസ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A,0 അല്ല, 0,aയിലൂടെയാണ് പാസ് ചെയ്യുന്നത്. സോ ഇവിടെ എന്ത് വരും? y = -a എന്നാണ്. y ആണ് ഇവിടെ കോൺസ്റ്റന്റ്, കാരണം ഡയറക്ട്രിക്സ് പാസ് ചെയ്യുന്ന പോയിന്റ് 0,-aയിലൂടെയാണ്. ഇതിൽ ത്രൂ ഔട്ട് y കോൺസ്റ്റന്റ് ആണ്. y = -a എന്നാണ് ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ. താഴെ കൂടെ വരയ്ക്കുന്ന പോയിന്റിനെയാണ് ഡയറക്ട്രിക്സ് എന്ന് വിളിക്കാം. അതാണ് ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ. ഇതാണ് ഫോക്കസ്, 0,a ആണ് ഫോക്കസ്. ഞാൻ വരച്ചിട്ടുള്ള ഈ പാരബോളിന്റെ ഇക്വേഷൻ x² = 4ay ആണ്. അതെങ്ങനെയാണ് നോക്കിയാൽ y² = x²/4. ഇപ്പം എക്ക് നമുക്കിപ്പോൾ 1 കൊടുക്കാം. എക്സിന് 1 കൊടുക്കുമ്പോൾ 1/4 ആണ്. എക്സിന് 1 കൊടുക്കുമ്പോൾ y 1/4, ±1/4 വരും അല്ലേ? അപ്പോൾ രണ്ട് സൈഡും വരും. ഇനി എക്സിന് 2 കൊടുക്കുമ്പോൾ 2²/4 വരും. അപ്പോൾ 1 ആണ്. അപ്പോൾ എക്സ് ±1 വരും y. പിന്നെ വീണ്ടും 3 കൊടുക്കുമ്പോൾ 3²/4, 9/4, അതും ±9/4. അപ്പോൾ രണ്ട് വാല്യൂസ് വരും. പിന്നെ 4 കൊടുക്കുമ്പോൾ 4². ഇപ്പോൾ അതിനകത്ത് എന്ത് വരും? 4² 16/4. അപ്പോൾ 4 വരും. അത് ±4 വരും. രണ്ട് ആൻസേഴ്സ് വരും. ഓക്കെ, ഇങ്ങനെ എല്ലാത്തിനും രണ്ട് ആൻസേഴ്സ് വരും. അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ കൂട്ടിമുട്ടിച്ച് വരച്ചാൽ കിട്ടുന്ന ഷേപ്പാണ് എന്ത്? x² = 4ay എന്ന് പറയുന്ന ഇക്വേഷൻ. x² = 4ay എന്ന് പറയുന്ന ഇക്വേഷൻ. ഇറ്റ്സ് എ പാരബോള ഓപ്പൺ അപ്വേർഡ്. ഇനി ഇതേ ചോദ്യം തന്നെ മാറ്റി ചോദിക്കും. എങ്ങനെ ചോദിക്കും? ജസ്റ്റ് വേറൊരു രീതിക്ക് ചോദിക്കും. എങ്ങനെയാണ് ചോദിക്കുക? അടുത്തത്
പാരബോള എന്തായിരിക്കും? പാരബോള താഴേക്കായിരിക്കും. മനസ്സിലായോ? അതെങ്ങനെയായിരിക്കും താഴേക്ക്? ഡയറക്ട്രിക്സ് മുകളിലാണ്. This is 0, 0. This is 0, a, and this parabola will be like this. At that time, what's the equation of this directrix? What's the equation of this directrix? It's passing through 0, a, and the focus is 0, negative. So, ഞാൻ മുകളിൽ വരച്ചിരിക്കുന്ന ഈ ഒരു ഡബിൾ കോട്ട് ചെയ്തിട്ടുള്ള ഈ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? വാട്ട്സ് ഇക്വേഷൻ ഓഫ് ദിസ് ഡയറക്ട്രിക്സ് എന്തായിരിക്കും? പറയൂ. എങ്ങനെയായിരിക്കും? y equal to എന്തായിരിക്കും? a. y equal to ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. പറഞ്ഞ മനസ്സിലായോ? y equal to a കോൺസ്റ്റന്റ് ആയിരിക്കും. ഹലോ അന്ന, മനസ്സിലായോ? അന്ന പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ പറയണം, ഒന്നും കൂടി പറഞ്ഞാൽ. മനസ്സിലായി സർ. ഓക്കെ. അപ്പൊ ഈ പാരബോളയുടെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? തലകീഴായി വന്നു. നേരത്തെ വരച്ച ഇക്വേഷൻ എന്ന് പറയുന്നത് x² = 4ay ആണ്. അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കും? പാരബോള താഴേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇക്വേഷൻ? എന്തായിരിക്കും? x² എങ്ങനെയായിരിക്കും? പറയും. എങ്ങനെയായിരിക്കും? -4ay. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. x² by -4a = y കൊടുക്കും. എന്നിട്ട് x-ന് 1 കൊടുക്കും. അപ്പോൾ 1/-4. എക്ക് നമുക്ക് തൽക്കാലം 1 കൊടുക്കും. അപ്പോൾ 1/-1/4 വരും. -1/4. x-ന് 1 കൊടുക്കുമ്പോൾ y -1/4. ഇതാ ഈ പോയിന്റ്. അപ്പോൾ x-ന് 1 കൊടുക്കുന്നു, -1/4. താഴേക്കാണല്ലോ മൈനസ്. y നെഗറ്റീവ് ആവുന്നത് താഴേക്കാണല്ലോ. ഇനി x-ന് 2 കൊടുക്കുക. അപ്പോൾ 2² by -4. അപ്പോൾ 4/4 1 ആണ്. അപ്പം അത് നെഗറ്റീവ് തന്നെ, അതും താഴേക്ക്. ഇനി x-ന് 3 കൊടുക്കുക. അപ്പോൾ 3² by 4. അപ്പോൾ എത്ര വരും? 9/4. അതും നെഗറ്റീവ് ആണ് കേട്ടോ, താഴെ നെഗറ്റീവ് ആയതുകൊണ്ട്. രണ്ട് ആൻസേഴ്സ് ഉണ്ട്, പ്ലസ് ഓർ മൈനസ്. പിന്നെയും വീണ്ടും എന്താണ് അടുത്ത ഇക്വേഷൻ കൊടുക്കുക. y എന്താണ്? x-ന് 1 കൊടുക്കാം. x-ന് വേണമെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? 4 കൊടുക്കാം, -4 കൊടുക്കാം. രണ്ട് സമയത്തും 4 കൊടുക്കുമ്പോഴും -4 കൊടുക്കുമ്പോഴും ആൻസർ എന്താ? -4² by 4 തന്നെയാണ്. അഥവാ 4 ആണ്. -4ഉം വരും, +4ഉം കൊടുക്കാം. അപ്പോഴും y-ന്റെ ആൻസേഴ്സ് 4 തന്നെയാണ്. അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ കൂട്ടിമുടിച്ച് വരയ്ക്കുമ്പോൾ നമുക്ക് പാരബോള താഴേക്ക് കിട്ടും. അപ്പൊ ഇതാണ് നോക്കേണ്ടത്. 4 പാരബോളയും ചോദിക്കും പരീക്ഷ. 4 ടൈപ്പ് ഓഫ് പാരബോളയും. ഏതൊക്കെയാണ് 4 ടൈപ്പ് ഓഫ് പാരബോള? 4 ടൈപ്പ് ഓഫ് പാരബോള ഏതൊക്കെയാണ്? ഒന്ന്, ഓപ്പൺ ടുവേർഡ്സ് റൈറ്റ് സൈഡ്. റൈറ്റിലോട്ട് ഓപ്പൺ ചെയ്ത് നിൽക്കുന്ന പാരബോള. അതെങ്ങനെയായിരിക്കും? റൈറ്റിലോട്ട് ഓപ്പൺ ചെയ്ത് നിൽക്കുന്ന പാരബോള എന്ന് പറയുന്നത് ഇതാണ്. സോ ഇങ്ങനെയുള്ള പാരബോള എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എങ്ങനെയായിരിക്കും? എന്തായിരിക്കും? This is y² = 4ax. y² = 4ax. അതിന്റെ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ x = -a. കാരണം ലൈൻ എങ്ങനെയാണ്? ഇതാണ്ടോ, ഇങ്ങനെയാണ്. കണ്ടോ, ലൈൻ എന്ന് പറയുന്നത് x = -a,0 ലൈൻ പാസ് ചെയ്യും. ഇനി അടുത്തത് തിരിച്ച് ഈ ഭാഗത്തോട്ട് ഓപ്പൺ ടുവേർഡ്സ് ലെഫ്റ്റ് സൈഡ്. അപ്പൊ ഈ ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഈ പാരബോളിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y² = -4ay. -4ay. x = a is the equation of this directrix. Okay. ഇനി അടുത്ത ടൈപ്പ് ഓഫ് പാരബോളയാണ് ഓപ്പൺ ടുവേർഡ്സ് അപ്വേർഡ്.
അപ്പൊ എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay എന്നാണ് ഇക്വേഷൻ. 0, a ആണ് ഫോക്കസ്. y ഈക്വൽ ടു -a ആണ് ഇക്വേഷൻ, കാരണം താഴെ കൂടിയാണ് പാസ് ചെയ്യുന്നത്. നമുക്കിതറിയാം ഈ ഒരു താഴേക്ക് നെഗറ്റീവ് y വാല്യൂസ് ആണ്. 1, -1, -2, -3 പറഞ്ഞിട്ടാണ് താഴേക്ക് പോകുന്നത്. അപ്പൊ ഡയറക്ട്രിക്സ് പാസ് ചെയ്ത് പോകുന്നത് എന്താണ്? -aയിലൂടെയാണ്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ അടുത്തത് പാരബോള തലകീഴായിട്ട് വരുമ്പോൾ ഓപ്പൺ ഡൗൺവേർഡ്. അപ്പൊ ആ സമയത്ത് y ഈക്വൽ ടു a കോൺസ്റ്റന്റ് ആണ്. അപ്പൊ 0,0 പാസ് ചെയ്യുന്നു. അപ്പൊ -0, -a ആണ് ഫോക്കസ്. നോട്ട് ഇറ്റ്. ഓക്കെ, അപ്പൊ ഇക്വേഷൻ എക്സ് സ്ക്വയർ ഈക്വൽ ടു -4ay. എക്സ് സ്ക്വയർ ഈക്വൽ ടു -4ay. നോട്ട് ഇറ്റ്. ഇത് വച്ചിട്ടാണ് ഇനി നമ്മൾ മൊത്തം പഠിക്കാൻ പോകുന്നത്. അപ്പൊ പഠിച്ചിട്ടുള്ള ഈ ഒരു കാര്യം വെച്ചുകൊണ്ടാണ് നമ്മൾ പാരബോളയെ കുറിച്ച് പഠിക്കുന്നത്. അപ്പൊ പാരബോളയെ കുറിച്ച് പഠിക്കാനുള്ള തയ്യാറെടുപ്പ് റെഡി ആവുക. ചോദ്യം വരും. 4 പാരബോളയുടെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം, കാണാതെ അറിഞ്ഞിരിക്കണം. 4 പാരബോളയുടെയും കാണാതെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. റൈറ്റ് ആണെങ്കിൽ y സ്ക്വയർ ഈക്വൽ ടു 4ax. ഓക്കെ, ലെഫ്റ്റ് ആണെങ്കിൽ y സ്ക്വയർ ഈക്വൽ ടു -4ax. ഓക്കെ, അപ്വേർഡ് ആണെങ്കിൽ x സ്ക്വയർ ഈക്വൽ ടു 4ay. ഡൗൺവേർഡ് ആണെങ്കിൽ x സ്ക്വയർ ഈക്വൽ ടു -4ay. ക്ലിയർ? ഇനി നിങ്ങൾക്ക് ഒരു സംശയം വരും, അതായത് ഇതെങ്ങനെ അതൊക്കെ കൂടി മാറിപ്പോവില്ലേ? സംശയിക്കണ്ട. ഇപ്പൊ y സ്ക്വയർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് വരണമെന്ന് വിചാരിക്കും. അപ്പൊ ആ സമയത്ത് y സ്ക്വയർ ആവുന്ന സമയത്ത് എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? എപ്പോഴും എക്സ് എല്ലാ സമയത്തും പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓപ്പൺ റൈറ്റ് സൈഡിലേക്ക് ആയിരിക്കും. കാരണം എക്സ് ആക്സിസ് നിങ്ങൾക്ക് അറിയാം, ദിസ് ഇസ് പോസിറ്റീവ് എക്സ് ആക്സിസ്, ദിസ് ഇസ് നെഗറ്റീവ് എക്സ് ആക്സിസ്, ദിസ് ഇസ് പോസിറ്റീവ് y ആക്സിസ്, ദിസ് ഇസ് നെഗറ്റീവ് y ആക്സിസ്. സോ y സ്ക്വയർ ഈക്വൽ ടു 4ax ആണെങ്കിൽ തീർച്ചയായിട്ടും y സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ ആൻസറിൽ എക്സ് ഈക്വൽ ടു y സ്ക്വയർ ബൈ 4a ആണ്. അപ്പൊ y സ്ക്വയർ വന്നു കഴിഞ്ഞാൽ എക്സ് എല്ലാ സമയത്തും പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ അതെങ്ങനെയായിരിക്കും? റൈറ്റ് സൈഡിലേക്ക്. ഇനി അതിൽ നെഗറ്റീവ് കൊടുത്താലോ, y സ്ക്വയർ ഈക്വൽ ടു -4ay എന്നാണെങ്കിലോ ചോദ്യത്തിനകത്ത്, അപ്പൊ പിന്നെ നോക്കുക വേണ്ട, എല്ലാ സമയത്തും എക്സ് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് ലെഫ്റ്റിലേക്ക് വരച്ചു. ഇനി ഈ ഇക്വേഷൻ എടുക്കുക, എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay. എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay വരണമെങ്കിൽ ഇവിടെ എക്സ് സ്ക്വയർ ആണ് വരുന്നത്. എക്സ് സ്ക്വയർ, അപ്പോൾ y ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 4 എന്ന് വരും. അപ്പൊ എക്സിന് പോസിറ്റീവ് വാല്യൂ നെഗറ്റീവ് വാല്യൂ കൊടുത്താലും വൈന്റെ ആൻസർ എല്ലാ സമയത്തും പോസിറ്റീവ് വാല്യൂ. അപ്പൊ അത് y പോസിറ്റീവ് ആക്സിസ് എന്ന് പറഞ്ഞാൽ മുകളിലേക്കാണ്, മോൾ ഭാഗത്തേക്കാണ്. താഴേക്ക് y നെഗറ്റീവ് ആണ്, താഴേക്ക് y നെഗറ്റീവ് ആണ്. സോ അതുകൊണ്ട് അത് മോളിൽ. ഇനിയിപ്പോ അതേ ചോദ്യത്തിനകത്ത് നമുക്ക് എന്താ, ഇപ്പൊ എക്സ് സ്ക്വയർ ഈക്വൽ ടു -4ay എന്ന് പറയുമ്പോൾ എല്ലാ സമയത്തും എക്സിന് എന്ത് വാല്യൂ കൊടുത്താലും ആൻസർ നെഗറ്റീവ് ആയിരിക്കും, വൈന്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും, കാരണം നെഗറ്റീവ് ഉണ്ട് ഇവിടെ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? പറഞ്ഞ മനസ്സിലായോ? പറയൂ. എന്നാ പിന്നെ ചോദ്യം ചോദിക്കാം. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, y സ്ക്വയർ ഈക്വൽ ടു 12x. ഇത് എങ്ങനെയുള്ള പരബോള ആയിരിക്കും? പറയും. ആലോചിക്കേണ്ടത്, എക്സിന് എന്തെങ്കിലും വാല്യൂ കൊടുക്കുക. അപ്പൊ y എന്തായിരിക്കും എപ്പോഴും? എങ്ങനെയായിരിക്കും? അതെങ്ങനെയാണ്? എന്താ സംഭവം? y സ്ക്വയർ ഈക്വൽ ടു 12x. അപ്പൊ x ഈക്വൽ ടു y സ്ക്വയർ ബൈ 12. ഈ സമയത്ത് yക്ക് എന്ത് വാല്യൂ ആണ്? ഇപ്പൊ x എന്ന് പറയുന്നത് എല്ലാ സമയത്തും എന്തായിരിക്കും? പറയും, പോസിറ്റീവ് ആയിരിക്കും. ഇത് എങ്ങനെയായിരിക്കും പാരബോള? പാരബോള എങ്ങനെയായിരിക്കും?
This is positive x, negative x. Positive y, negative. പാരബോള ഇങ്ങോട്ടേക്ക് പോകണം. പാരബോളിന്റെ ഫേസ് ലെഫ്റ്റ് ഓപ്പൺ ആയിരിക്കും. ലെഫ്റ്റിക്ക് ഓപ്പൺ ആയി. ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് എക്സ് എല്ലാ സമയത്തും പോസിറ്റീവ് ആവുന്നത് ഏത് ആക്സിസിലാണ്? പോസിറ്റീവ് എക്സ് ആക്സിസ്. അപ്പൊ പാരബോൾ അത് ഇങ്ങനെ ആയിരിക്കും. ലെഫ്റ്റിക്ക് ഓപ്പൺ എന്നല്ല, റൈറ്റിലേക്ക്, റൈറ്റിലോട്ട്. ക്ലിയർ ആണോ? സർ. ഇനി നമ്മുടെ ജനറൽ ഇക്വേഷൻ ആയിട്ട് അങ്ങ് എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യാം. വൈ സ്ക്വയർ ഈക്വൽ ടു 4ax എന്ന് പറയുന്ന ഇക്വേഷൻ ആയിട്ട് ഈ ഇക്വേഷൻ അങ്ങ് കമ്പയർ ചെയ്യാം. അപ്പൊ 4ax ഈക്വൽ ടു 12x ആണ്. എക്സ് എക്സ് കട്ടായി a ഈക്വൽ ടു 12/4 ആണ്. 3 a3 കിട്ടി. അപ്പൊ ഇക്വേഷൻ എങ്ങനെ? 0,3 എന്താണ്? 3,0 3,0. ക്ലിയർ ആണോ? എ കിട്ടി. കാരണം a,0 ആദ്യം കണ്ടുപിടിക്കണം. പിന്നെ ലൈൻ എങ്ങനെ പാസ് ചെയ്യുന്നത് നോക്കിയാൽ, ഡയറക്ട്രിക്സ് എന്ന് പറയുന്ന പോയിന്റ് പാസ് ചെയ്യുന്നത് ഈ ഒരു രീതിക്കാണ്. അപ്പോൾ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? -3,0 ആയിരിക്കണം പാസ് ചെയ്യുന്നത്. വാട്ട്സ് ഇക്വേഷൻ ഓഫ് ദിസ് ഡയറക്ട്രിക്സ്? എങ്ങനെയായിരിക്കും ഇക്വേഷൻ ഡയറക്ട്രിക്സിന്റെ? എന്തായിരിക്കും? എങ്ങനെയായിരിക്കും? ഏതാ കോൺസ്റ്റന്റ്? ഏതാ ചേഞ്ച് ആവാത്ത? ഇങ്ങനെ പാരലായി പോകുമ്പോ ഏതാ ചേഞ്ച് ആവാത്ത? x ഈക്വൽ ടു ഓർ y ഈക്വൽ ടു എന്താ എഴുതാ? പറയ്. വാട്ട്സ് ഇക്വേഷൻ ഓഫ് ദിസ് ഡയറക്ട്രിക്സ്? എന്താണ് ഇക്വേഷൻ? എന്താ ഇക്വേഷൻ? x ഈക്വൽ ടു -3. ഇതാണ് ഇക്വേഷൻ. x ഈക്വൽ ടു -3. അത് നിങ്ങൾക്ക് അറിയുന്നില്ലേ ഇക്വേഷൻ എങ്ങനെ എഴുതാന്നുള്ളത്? നോക്കി, ഒരു ലൈൻ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോ ഇവിടെ x ഈക്വൽ ടു 0-ലൂടെയാണ്, y ഈക്വൽ ടു 0 ആണ്. കാരണം 0,0-ലൂടെയാണ് പാസ് ചെയ്യുന്നത്. ഇവിടെ എക്സിന് വാല്യൂ ഉണ്ട് -3, y 0 ആണ്. അപ്പൊ ഇവിടെ x ഈക്വൽ ടു -3 എന്നാണ് ഇക്വേഷൻ ഓഫ് ദിസ് ലൈൻ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ ആണോ? ഒന്നും പറയുന്നില്ല. എന്തെങ്കിലുമൊക്കെ റെസ്പോണ്ട് ചെയ്യും. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്തേക്ക് പോകാം. ഒന്നും സംസാരിക്കുന്നില്ല, നിങ്ങളൊന്നും അറിയാതെയാണ് ഇരിക്കുന്നത്. നമുക്ക് എന്താ കിട്ടിയത്? ഇപ്പൊ കേൾക്കാം. നിങ്ങളെന്തെങ്കിലും പറയുന്നുണ്ടോ? ഇപ്പൊ പറഞ്ഞ കാര്യം പിടികിട്ടിയോ? എങ്ങനെയാണ് കമ്പയർ ചെയ്യാന്നുള്ളത്? എന്നാ പിന്നെ അടുത്ത നമുക്ക് ചോദ്യം ചെയ്ത് നോക്കാം. അടുത്തൊരു ചോദ്യം ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ എന്നുള്ളത്. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, ഈ y സ്ക്വയർ ഈക്വൽ ടു ഇങ്ങനെ വരുന്ന സമയത്ത് ആ പാരബോള എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ. ഇനി അടുത്തത്, ഇതിനകത്ത് ഒരു ചോദ്യം കൂടി വരും കേട്ടോ. ഇങ്ങനെ ഇപ്പൊ എക്സ് സ്ക്വയർ ഈക്വൽ ടു 6y, ഇത് ഏത് ടൈപ്പ് ഓഫ് പാരബോളയാണ് ചോദിക്കും. ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ആ സ്ക്വയറിലുള്ള ടേമിന് എന്ത് വാല്യൂ കൊടുക്കാം? പോസിറ്റീവ് കൊടുക്കാം, നെഗറ്റീവ് കൊടുക്കാം. പക്ഷെ കിട്ടുന്ന ആൻസർ വൈക്കാണ്. വൈന്റെ വാല്യൂ എന്തായിരിക്കും? വൈന്റെ വാല്യൂ ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത് എങ്ങനെയായിരിക്കും? വൈന്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആവുന്നത് ഏത് ആക്സിസിലാ? ഏത് ആക്സിസാ? പാരബോള ഇങ്ങനെ. ക്ലിയർ?
So that's x square equal to 6. We just compare this equation x square equal to 6y with x square equal to 4ay. 4ay is equal to 6y. Y get cancel. A is equal to 6 by 4 equal to 3 by 2. A equal to 3 by 2. So this is 3 by 2. 0, 3 by 2. Clear? And what's the equation of this directrix? And then a directrix in the equation? 0, negative 3 by 2. So what's the equation of this directrix? What's the equation of this directrix? It's y equal to a constant. Clear? That's the equation of directrix. Okay, ആണ് വിചാരിക്കും. ഓക്കെ അല്ലേ? ആക്സിസ് ഓഫ് പാരബോള ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആക്സിസ് ഏതിലാണെന്നുള്ളത് പറയണുണ്ടോ? ഇത് y ആക്സിസ് ആണ്. ഇങ്ങനെയാവുന്ന സമയത്ത് എക്സ് ആക്സിസ് ആക്സിസ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് y സ്ക്വയർ ഇക്വൽ ടു -8x. പാരബോള എങ്ങനെയായിരിക്കും പോവാ? നിങ്ങൾ കണ്ടുപിടിക്കും. എങ്ങനെയായിരിക്കും പോവാ പാരബോള? വൈക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കാം, പക്ഷെ എക്സിന്റെ വാല്യൂ എല്ലാ സമയത്തും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും എക്സിന്റെ വാല്യൂ. അതെങ്ങോട്ടായിരിക്കും അപ്പൊ? ലെഫ്റ്റ് സൈഡ് ഓപ്പൺ ആയിട്ടിരിക്കും. ലെഫ്റ്റ് സൈഡ് ഓപ്പൺ ആയിട്ട്. ഓക്കെ, ഇങ്ങനെ. അപ്പൊ ഈ പോയിന്റ്സ് പറഞ്ഞിരിക്കും. ഓക്കെ ഓക്കെ, ക്ലിയർ? അപ്പൊ ഈ ലൈൻ എക്സ് ഇക്വൽ ടു പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്? എ കണ്ടുപിടിക്കണം ആദ്യം. എ കണ്ടുപിടിക്കണ ഈ ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ y സ്ക്വയർ ഇക്വൽ ടു -8x എന്ന് പറയുന്ന ഇക്വേഷൻ -4ax ആയിട്ട് കമ്പയർ ചെയ്യണം. എക്സ് കട്ടായി പോകും. 4a ഇക്വൽ ടു 8 എന്ന് കിട്ടും. a ഇക്വൽ ടു 8/4 2 എന്ന് കിട്ടും. എയുടെ വാല്യൂ 2 ആണ്. ഓക്കെ, എയുടെ വാല്യൂ 2, -2 ആണ്. കാരണം ഇങ്ങോട്ടേക്കാണ്. ഇവിടെ ശ്രദ്ധിക്കുക, എവിടെയാണ് കൊടുക്കുക? ഇവിടെ അല്ലേ? -2, ഇവിടെ ഏത് കൂടെ പാസ് ചെയ്യുന്നത്? 2,0 പാസ് ചെയ്യും. 2,0 പാസ് ചെയ്യുന്ന സമയത്ത് എന്താണ്? എക്സ് ഈക്വൽ ടു, ദാറ്റ്സ് ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ്. അപ്പൊ എന്തൊക്കെ ചോദിക്കും? ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് ചോദിക്കും. പിന്നെന്ത് ചോദിക്കും? പാരബോള എങ്ങനെയാണ് ചോദിക്കും. പിന്നെ ഒരു കാര്യം കൂടി ചോദിക്കും, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്താണ് ചോദിക്കും. അതെന്തോട്ടാ സാധനം ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം? അത് പറഞ്ഞത് ഇവിടെ നിന്ന് ഈ ഒരു ഫോക്കസ് കൂടെ ഇപ്പൊ ഇങ്ങനെ ഒരു ലൈൻ പാസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ലെങ്തിനെയാണ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്ന് പറയുന്നത്. അവിടെ ഇങ്ങനെ ഞാൻ റെഡ് കളറിൽ മാർക്ക് ചെയ്ത് ആ ലെങ്തിനെയാണ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനിപ്പോ ഇതിൽ വരച്ചു കഴിഞ്ഞാൽ ഈ ഒരു ലെങ്തിനെയാണ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്ന് പറയുന്നത്. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം. ഓക്കെ, ക്ലിയർ? ഈ ഒരു ലെങ്തിനെയാണ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്ന് പറയുന്നത്. അപ്പൊ ഈ വാല്യൂ എത്രയായിരിക്കും ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം? That is 2a. 2a. Length of lattice rectum equal to 2a. Clear ആണോ? Length of lattice rectum 2a നോട് ഈക്വൽ. അവിടെ 2 into 3 6. ഇതിലെ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്ന് പറയുന്നത് 2a ആണ്. ഇവിടെ a പറയുന്നത് 3/2 ആണ്. 2 into 3/2. 3.
ഇവിടെ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്ന് പറയുന്നതും 2a തന്നെയാണ്. ദാറ്റ് മീൻസ് 2 into 2 4. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഈസ് ആൾവേസ് 2a. ഇപ്പൊ ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്തൂടെ? 3 ഞാൻ ചെയ്തു, ബാക്കി 3 നിങ്ങൾക്ക് ചെയ്യാം. ഫോക്കസ് എന്താണ്, ഡയറക്ട്രിക്സ് എന്താണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. അപ്പൊ സ്വന്തമായി ചെയ്ത് തുടങ്ങാം. ലാറ്റസ് റെക്ടം തൊട്ടിട്ട് ഉള്ള കാര്യങ്ങൾ വായിച്ചു നോക്കുക, സ്വന്തമായി പാരബോള എടുത്ത് ചെയ്യാൻ തുടങ്ങുക. ടെക്സ്റ്റ് ബുക്കിന്റെ പേജിൽ 11.4 അതായത് 11.4 പാരബോള എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറെ ചോദ്യങ്ങളൊക്കെ ആൻസർ കിട്ടും. 11.4 തൊട്ടിട്ട് നിങ്ങൾ ചെയ്തു തുടങ്ങും. പേജ് നമ്പർ 242. ആദ്യം ചിത്രങ്ങളൊക്കെ മനസ്സിലാക്കുക. പതുക്കെ മനസ്സിലാക്കിയതിനു ശേഷം 11.2 ചെയ്തു തുടങ്ങും. 11.2 ആണ് എക്സസൈസ്. 11.4 എക്സസൈസ് അല്ല, അത് പേജ് ആണ്. 11.2 മുതലാണ് ചെയ്തു. അപ്പൊ ചെയ്തതിന് ശേഷം നമുക്ക് കാണാം. എല്ലാവരും അപ്ഡേറ്റ് ചെയ്യണേ. അപ്പൊ ശരി.